നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൽ റോഡ്രിഗോ മോശമല്ലാത്ത പ്രകടനം നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ അണ്ടർ റേറ്റഡ് ആയിട്ട് പോകുന്നു. വിനിക്കും എംബാപ്പയ്ക്കും ബെല്ലിങ്ങാമിനും ഒക്കെ ശേഷം മാത്രമേ അദ്ദേഹത്തിന് പ്രാധാന്യമുള്ളൂ. അദ്ദേഹം റയൽ മാഡ്രിഡ് വിടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ തൻ്റെ പ്രതിഭക്കൊത്തുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ, അതിനനുസരിച്ചുള്ള പ്രകടനം അദ്ദേഹത്തിന് നടത്താൻ പറ്റുകയുള്ളൂ എന്ന തരത്തിലുള്ളൊരു വാദം മറുഭാഗത്തുമുണ്ട്. ഇന്നത്തരത്തിലുള്ളൊരു പോസ്റ്റ് കണ്ടു. അതിങ്ങനെയാണ്: അണ്ടർ റേറ്റഡ് റോഡ്രിഗോയുടെ ചിത്രമൊക്കെ വെച്ചുകൊണ്ടാണ്. ഹോപ്പ്ഫുള്ളി വി സീ ഹിം ലീവ് നെക്സ്റ്റ് ഇയർ ഫോർ ദി ഗുഡ് ഓഫ് ഹിസ് കരിയർ. He is good enough to be the main man of 99% of teams in the world. His talent and career deserves this എന്നാണ്. അതായത് 99% ടീമുകളും, ലോകത്തെ 99% ടീമുകളുടെയും മെയിൻ മാനായിട്ട്, പ്രധാന താരമായി മാറാനുള്ള മികവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ നന്മയ്ക്ക് വേണ്ടി അടുത്ത വർഷം അദ്ദേഹം റയൽ മാഡ്രിഡ് വിടേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ടാലൻറ്റും കരിയറും അത് ഡിസർവ് ചെയ്യുന്നു എന്നാണ് പോസ്റ്റ്. ഒരുപക്ഷെ ഈ തരത്തിൽ ചിന്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. റോഡ്രിഗോയുടെ മികവ് ഒരു പക്ഷേ വിനിക്കും മുകളിലാണ് റോഡ്രിഗോയുടെ ടാലൻറ്റ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഒരു സംശയവും ഇല്ല, അദ്ദേഹം ബ്രസീലിൽ നിന്ന് ഉയർന്നു വന്ന സമീപകാലത്തെ ഏറ്റവും മികച്ച ടാലൻറ്റുകളിൽ ഒരാളാണ്. അതിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിലവിൽ അദ്ദേഹത്തിന് എംബാപ്പെ കൂടി വന്ന ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടത്ര പ്രാധാന്യമുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ റയൽ മാഡ്രിഡ് വിട്ട് മറ്റേതെങ്കിലും ക്ലബിലേക്ക്, പ്രധാന ക്ലബിലേക്ക് തന്നെ മൂവ് ചെയ്താൽ അവിടെയും സുപ്രധാന റോള് വഹിച്ച് അദ്ദേഹത്തിന് തൻ്റെ കരിയറും മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഇങ്ങനെ വാദിക്കുന്നവർ പറയുന്നത്. അത് റോഡ്രിഗോയോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ മെസ്സിയും സുവാരസും നെയ്മർ ജൂനിയറും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ബാഴ്സയുണ്ട്. അവിടെ മെസ്സിക്ക് തന്നെയായിരുന്നു വലിയ പ്രാധാന്യം. നെയ്മർ അവിടെ വിട്ടു പോയാൽ അദ്ദേഹത്തിൻ്റെ കരിയറും മറ്റൊരു തലത്തിലേക്ക് വളരും എന്ന് പ്രതീക്ഷിച്ചിരുന്നവരുണ്ട്. നെയ്മറുടെ പ്രതിഭ കണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നവർ. ഇപ്പോൾ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, മെസ്സിയിൽ നിന്ന് പതിയെ ബാഴ്സലോണ നെയ്മറിലേക്ക് കൂടി ചാഞ്ഞു തുടങ്ങുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം അവിടെ വിട്ടത്. അതൊരു തെറ്റായ മൂവായിരുന്നു എന്നാണ് ഇപ്പോൾ എല്ലാവരും വിലയിരുത്തുന്നത്. അത് പക്ഷേ PSG പോലുള്ളൊരു ക്ലബിലേക്ക് പോയതുകൊണ്ടാണ്. അതല്ല മറ്റേതെങ്കിലും വമ്പൻ ക്ലബ്ബുകളിലേക്കായിരുന്നെങ്കിൽ, ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പെപ്പ് പിന്നീട് പറയുകയുണ്ടായി, നെയ്മർ ബാഴ്സ വിടുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നേയില്ല, അങ്ങനെ ചിന്തിച്ചിരുന്നേയില്ല. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ അദ്ദേഹത്തെ ഇവിടെ സിറ്റിയിൽ എത്തിച്ചേനെ എന്ന്. അത് പെപ്പിനറിയാം നെയ്മറുടെ ടാലൻറ്റ് എന്താണ് എന്ന്. എന്നാൽ അന്ന് മെസ്സിക്കൊപ്പം നിൽക്കാതെ ബാഴ്സലോണ വിട്ടുപോയത് നെയ്മറുടെ കരിയറിൽ ഒരു പിന്തിരിഞ്ഞ് നടത്തമായിരുന്നു. അത് PSG ആയതുകൊണ്ടാണ്. റിവാൾഡോയും ഒരിക്കൽ അങ്ങനെ പറയുകയുണ്ടായി, നെയ്മർ തൻ്റെ കരിയറിലൊരു ബാക്ക്വേർഡ് സ്റ്റെപ്പാണ് PSG പോയതിലൂടെ എടുത്തത് എന്ന്. അതുപോലുള്ളൊരു നീക്കമാണ് സംഭവിക്കുന്നതെങ്കിൽ റോഡ്രിഗോ ചെയ്യുന്ന വലിയ അബദ്ധമായിരിക്കും അത് എന്നതും പറയാതെ വയ്യ. എന്തായാലും നിലവിൽ റോഡ്രിഗോ ഹാപ്പിയാണ് റയലിൽ എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. 150 വിജയങ്ങളായി ഇപ്പോൾ റയലിനായിട്ട് അദ്ദേഹം നേടുന്നു. ഇന്നലത്തെ എസ്പാനിയോളിനെതിരെയുള്ള വിജയത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, ഹലോ മാഡ്രിസ്റ്റാസ്, വളരെയധികം സന്തോഷമുണ്ട്, മറ്റൊരു വിജയം, അതുപോലെ തന്നെ ഈ ജേഴ്സി അണിഞ്ഞുകൊണ്ട് മറ്റൊരു ഗോൾ കൂടി നേടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്, ഹലോ മാഡ്രിഡ് എന്ന് അദ്ദേഹം പറയുന്നു. കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട്, ടീമിലെ ഈ ഒരു അറ്റ്മോസ്ഫിയർ അതൊരു ഗ്രേറ്റ് അറ്റ്മോസ്ഫിയർ ആണ്. ഞങ്ങളെല്ലാവരും പരസ്പരം വളരെയധികം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. സെയിം ഗോളിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ റോഡ്രിഗോ പറയുന്നത്. ചുരുക്കത്തിൽ റോഡ്രിഗോ ഇവിടം വിട്ടാലേ അദ്ദേഹത്തിൻ്റെ കരിയർ യഥാർത്ഥ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിനനുസരിച്ച് വളരുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോഴും റോഡ്രിഗോ തൽക്കാലം റയലിൽ തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഡിബേറ്റിൽ റോഡ്രിഗോ റയലിൽ വിടണം, വേണ്ട അവിടെ തന്നെ തുടർന്നാൽ മതി എന്ന് രണ്ട് വിഭാഗമായിട്ടുള്ള ഈ ഒരു ചർച്ചയിൽ നിങ്ങൾ ഏത് ഭാഗത്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.